Hey guys, welcome back to our channel Fun Family 3 Doors. Guys, ഇന്ന് ഞങ്ങൾ വേറൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. വീഡിയോ ഒരു വെറൈറ്റി എന്ന് പറയാം. അതൊരു ചലഞ്ചാണ്. അതെ, വെറൈറ്റി ചലഞ്ചാണ്. അപ്പോൾ ഈ ഗെയിമാണ് Pluck each other's roses challenge. അപ്പൊ ഇങ്ങനെ പിടിച്ചപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അപ്പൊ ഗെയിമിന്റെ പേര് നിങ്ങൾ ഒന്നുകൂടി ഇപ്പൊ പറഞ്ഞുതരാം. Pluck each other's roses challenge. അതായത് നമ്മുടെ മൂക്ക് നമ്മളിങ്ങനെ പൊത്തി പിടിച്ചുകൊണ്ട് സംസാരിക്കണം. അത് നമ്മളല്ല നമ്മുടെ മൂക്ക് പൊത്തുന്നത്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇനി ഇതെങ്ങനെ കളിക്കുന്നത് നമ്മൾ വിശദമായിട്ടൊന്ന് വിശദീകരിച്ച് തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പൊ രണ്ടുപേരായിരിക്കും ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ മൂക്ക് പിടിക്കുന്നുണ്ടാവുക. അതായത് ഇപ്പം ആന്റി എന്നെ പിടിക്കുന്നു, ഞാൻ ആന്റിയുടെ പിടിക്കുന്നു. അപ്പൊ ഞാനായിരിക്കും ഇവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ അവരങ്ങനെ ഇരിക്കും, ഞാൻ ഇവരോട് കൊറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അവരിങ്ങനെ മൂക്ക് പ്ലക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണല്ലോ. അതെ, ഒരു ക്വസ്റ്റ്യന് ഞാനും ഉത്തരം പറയണം, ആന്റി ഉത്തരം പറയണം. അല്ല, സെയിം ക്വസ്റ്റ്യൻ. അതായത് രണ്ടുപേരോടും ആയിരിക്കും ആ സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ രണ്ടുപേരും അതിന് ആൻസേഴ്സ് കൊടുക്കണം. കൊടുത്തേ പറ്റൂ. ഇനി എനിക്കിങ്ങനെ പിടിച്ച് മതി, എനിക്ക് വയ്യ, അല്ലെ ഞാൻ കൈ വിടുകോ, അല്ലെ എന്റെ മുക്കിന് കൈ എടുക്കോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇതിന്ന് ഔട്ട് ആവും. അപ്പൊ എനിക്ക് പണിഷ്മെന്റ് കിട്ടും. പണിഷ്മെന്റ് മറ്റൊന്നുമല്ല, അല്ല കാളരാഗം കേൾക്കാം. ഞങ്ങളുടെ കാളരാഗം പാടാതിരിക്കാൻ അപ്പൊ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് നേരെ ആദ്യത്തെ ചലഞ്ചിലേക്ക് പോവാം. അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഞങ്ങൾ എന്ത് ചലഞ്ചാ ഉദ്ദേശിച്ചെന്ന്. ഈ ഒരു ചലഞ്ച് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയാണ് നമുക്ക് ഈ ഗെയിം സജസ്റ്റ് ചെയ്ത് തന്നത്. റീച്ചലാണ് സജസ്റ്റ് ചെയ്തത്. റീച്ചൽ എന്ന് പറയുന്ന ഒരാളാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാനാണ് ആദ്യം ഇവരുടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. എന്തൊക്കെ ക്വസ്റ്റ്യൻ വരും, ഇവരെങ്ങനെ റിപ്ലൈ തരും, മൂക്കിന് കൈവിടുവോ, കൈവിടാതിരിക്കുവോ, ശ്വാസം മുട്ടി ചാകുവോ എന്നൊക്കെ അറിയാം. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കാം. ആദ്യം നിങ്ങൾ ആരാ ഉത്തരം പറയാൻ പോകുന്നേ? അങ്ങനെ പറയാൻ പറ്റൂല, നല്ല രസമായിട്ടിരിക്കും. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിലെ നിങ്ങൾക്ക് മറക്കാനാകാൻ കഴിയാത്ത ഒരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ. ആ ഫ്രണ്ടും ആ ഫ്രണ്ടിന്റെ കുറച്ച് അവരെ പറ്റി വിവരണം ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞോളാം. നല്ല ചോദ്യം. ആദ്യം ആന്റി പറഞ്ഞോളൂ. അങ്ങനെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. ഞാനല്ലേ എന്റെ കയ്യിൽ കുറച്ച് പോരാ. പണിഷ്മെന്റ് കൊടുക്കാം. പാട്ട് പാടിക്കോ? അതൊരു ഇഷ്ടമുള്ള കാര്യമാണ് പാട്ട് പാടുന്നത്. അത് പണിഷ്മെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. പാടിക്കോ. പാതിരാക്കിളി പാടി എന്തോന്നടേ ഇത്? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവൾക്ക് ഈ റൗണ്ടിൽ ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നു. കാരണം ഇവള് വിടാതെ പരിശ്രമിച്ചിട്ട് ഇവളെ കയ്യിൽ തെങ്ങി വഴിപ്പിച്ചിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാവൂലേ? അപ്പൊ ആ ഫുഡിന്റെ പേരും അതെങ്ങനെ ഉണ്ടാക്കുന്നേന്നുള്ള രീതി. എനിക്ക് ഇഷ്ടപ്പെട്ടത് കപ്പ. ആദ്യമേ കപ്പ നമ്മൾ പിഴുതെടുക്കണം. ഓടിച്ചതിന്റെ ബട്ട പിടിച്ച് കപ്പ പിടിച്ച് പൊക്കിയാൽ കിഴങ്ങ് അവിടെ ഇരിക്കും. അതുകൊണ്ട് ആദ്യമേ മാന്തണം. ചെവിട് മാന്തിയിട്ട് കപ്പ പിഴുതെടുക്കണം. കൈ കൊണ്ട് മാന്തിയാല് കൈ പൊക്കോളും. അങ്ങനെ നമ്മളതിന്റെ ചോട്ടിലെ മണ്ണ് മാന്തിയിട്ട് അതിൽ കപ്പ മറിച്ചെടുക്കണം. കപ്പ മറിച്ചെടുത്തിട്ട് വന്നിട്ട് അതിന്റെ തൊലി പൊളിക്കണം. തൊലി പൊളിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകണം. കഴുകിയതിന് ശേഷം നമ്മളത് കൊത്തണം. കൊത്തിട്ട് നമ്മൾ വീണ്ടും കഴുകണം. വീണ്ടും കഴുകിയിട്ട് നമ്മള്
കൈ വിട്ടിട്ട് എന്റെ കുറ്റമല്ല വിടരുത്. കഴിയതിന് ശേഷം നമ്മള് അത് വെള്ളം ഒഴിച്ചിട്ട് വേകാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പ് വെക്കുക. അടുപ്പ് വെച്ചിട്ട് നോക്കിക്കോണം, ചില കപ്പ പെട്ടെന്ന് വെന്ത് പോകും, ചിലത് വേഗം താമസമാണ്. അതുകൊണ്ട് നമ്മൾ അടുപ്പ് വെക്കണം. അതിന് ശേഷം തേങ്ങ ഇരട്ടി അതിന് അരപ്പുണ്ടാക്കണം. അറിയാമല്ലോ എന്തൊക്കെയാണ് അരയ്ക്കുന്നത് എന്നുള്ള വിശദീകരിക്കണ്ടല്ലോ. അതിന് അരപ്പുണ്ടാക്കിയിട്ട് ആ കപ്പ വെന്ത് കഴിയുമ്പോൾ ആ വെള്ളം ഊറ്റിയിട്ട് നമ്മൾ ഈ അരപ്പ് അതിനകത്തോട്ട് ഇടുക. ഇട്ടതിന് അരപ്പ് വെന്ത് കഴിയുമ്പോൾ ഉപ്പൊഴിക്കുക. ഈ അരപ്പൂടെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ കപ്പ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുത്തിട്ട് നല്ല മീൻകറിയും കൂടിയിട്ട് ഒരൊറ്റ അടി അങ്ങോട്ട് അടിക്കുക. വയ്യ, നിങ്ങളുടെ എല്ലാ വായി വെള്ളം വന്നില്ലേ? എനിക്ക് മനസ്സിലായി വന്നത്. എന്തായാലും എന്റെ വായി വന്നു. എനിക്ക് ഷവർമ്മയാണ് ഇഷ്ടപ്പെട്ട ശേഖരം ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ രീതിയിൽ പറയുക. നമ്മളാകുമ്പോ റൊട്ടി ഉണ്ടാക്കണം. റൊട്ടിക്കകത്തോട്ട് മയണസ് അരിക്കും. മയണസ് അരിച്ചിട്ട് അതിനകത്ത് ക്യാരറ്റോ ക്യാബേജോ ഒക്കെ അരിഞ്ഞ് കുരുകുരാതെ ഇടുക. ചിക്കൻ ഗ്രില്ല് ചെയ്തെടുത്തിട്ട് ചിക്കൻ അതിനകത്തോട്ട് ഇടും. ചിക്കൻ കഴുകിയ അത് വേണമെങ്കിൽ കഴിക്കാം. എനിക്ക് നിർബന്ധമില്ല. വേണമെങ്കിൽ കഴുകുക. കഴുകിയിട്ട് ഗ്രില്ല് ചെയ്തിട്ട് മസാലയൊക്കെ തൊട്ട് ഗ്രില്ല് എയർ ഫ്രൈ ചെയ്തിട്ടാൽ മതി. എന്നിട്ട് നമ്മള് കുരുകുരാന്നരിയണം. ചിക്കൻ കുരുകുരാന്നരിഞ്ഞിട്ട് ചിക്കനെ നമ്മള് കുരുകുരാന്നരിഞ്ഞ് ഷവർമ്മയ്ക്കകത്തോട്ട് വെക്കണം. എന്നിട്ട് നമ്മള് മയോണൈസ് ഒക്കെ വെച്ച് നമ്മൾ ചൂരിട്ട് എങ്ങോട്ട് എടുത്ത് ഷവർമ്മ. ഇതാണ് എന്റെ ഷവർമ്മ. അങ്ങനെയാണെന്നാണ് എന്റെ തീരുമാനം. ഇത് അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, രാവിലെ നിങ്ങൾ എന്താ കഴിച്ചേ? അതിനെ പറ്റി കുറച്ച് വിശദീകരണം തരും. രാവിലെ കപ്പയും ബീഫും. കപ്പ നല്ല ബീഫ് കറിയും. ഇപ്പോഴും നാക്കല്ല അതിന്റെ സ്വാദിങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് എനിക്ക് ഒന്നും വേണ്ട. അതാണ് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഇത്രയും പറയാനുള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം ഏതാ? എനിക്കെല്ലാം ഇഷ്ടം. ജീൻസ് ടോപ്പും കുറച്ചുകൂടി ഇഷ്ടം. പിന്നെ ഉള്ളത് ചുരിദാറും പാൻറ്റും. എനിക്ക് സാരിയാ ഇഷ്ടം. പക്ഷെ ഉടുക്കത്തില്ല. ആരെങ്കിലും ഉടുത്ത് കാണുന്നത് ഭയങ്കര ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കൈ കഴിച്ചാൽ കൈ മാറ്റി പിടിക്കാൻ പറ്റുന്നില്ല. ഷിജിക്ക് പണിഷ്മെന്റ് കൊടുക്കാം. പണിഷ്മെന്റ് തുടങ്ങിക്കും. ഏത് പാട്ടാണ് താങ്കൾ പാടാൻ? വീണ്ടും അവിടോട്ടാ പണിഷ്മെന്റ് എടുത്ത് പറയണം. പണിഷ്മെന്റുകൾ വാങ്ങിക്കൂട്ടാൻ ഇനി ഷിജിയുടെ ജീവിതം ബാക്കി. മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുള്ളിക്കും ചെറുപൂക്കൾ ചിരിക്കാറ്റിൽ ചെപ്പ് തുറക്കാൻ കൊഞ്ചി പറക്കും. ഇത് പാടിയ വേറെ എന്തെങ്കിലും ഇപ്പൊ രണ്ടാമത്തെ കാളനൊക്കെ അവസാനിച്ചിരിക്കുന്നു. നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. സെക്കൻഡ് റൗണ്ടിന് വേണ്ടി ഇവര് വന്നിരിക്കുകയാണ്. ഞാനാണ് ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. എനിക്ക് പാട്ട് കാണാൻ വയ്യ. നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്? ആ സിനിമയെ കുറിച്ച് പറയാനുള്ളത് എന്താണ്? ഞാൻ എന്റെ അവസാനം കണ്ടത് സർവ്വമായാണ്. സത്യമായാണ്. സർവ്വമായ സർവ്വമായാണ്. അത് അഭിനയിച്ചത് ാണ്. വെല്ലുവിളിയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ കുറെ അങ്ങനെ കാവലിപ്പെടാണ് പോളിപ്പെടാണ് കാണാത്തല്ല പോയി കണ്ടത്. ഞാൻ കണ്ടത് എനിക്ക് തോന്നുന്നു സൂക്ഷ്മദർശിനിയാണ് ഞാൻ കണ്ടത് ലാസ്റ്റ്. പിന്നെ ഞാൻ സിനിമ ഒന്നും കണ്ടിട്ടില്ല ഗൈസ്. പോവാൻ പറ്റിയിട്ടില്ല. അതില് നല്ലൊരു സംഭവമാണ്. അത് വലിയൊരു ഇതാണിത്. അതിന്റെ എല്ലാം ഇത് ഞാൻ ഇതിന് കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, നിങ്ങള് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? സ്ലീപ്പിംഗ് ഇൻ ദ മൂൺലൈറ്റ്. വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്. ഞാൻ സ്ലീപ്പിംഗ് പോകും. എനിക്ക് അങ്ങനൊന്നുമല്ല. എനിക്കെല്ലാം ഇഷ്ടമാണ്.
പോട്ടെ. എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമാ. എല്ലാത്തിനും ഇതൊക്കെ കാണിക്കുന്നുണ്ടോ ഇത് കൂടെ ഏണി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വാഹനം ഏതാണ്? എന്തുകൊണ്ടാണ് ആ വാഹനം തിരഞ്ഞെടുക്കുന്നത്? എനിക്ക് കാറ്. എനിക്ക് കാറാകുമ്പോ എനിക്ക് ഓടിക്കാൻ പറ്റും. കാറാണ് എനിക്ക് ഇഷ്ടം. കാർ എനിക്ക് ഇഷ്ടമാണ്. കാറാകുമ്പോ എനിക്ക് ഓടിക്കാമല്ലോ. ലൈസൻസ് ഇല്ല. സ്കൂട്ടർ ഓടിക്കാൻ പിന്നെ ലൈസൻസ് വേണ്ട. എനിക്ക് ഇഷ്ടമുള്ളത് എന്താണ് ഞാൻ പറയട്ടെ. എനിക്ക് ബൈക്കാണോ എന്താന്ന് വെച്ചാൽ നമുക്ക് നല്ല പോലെ കാറ്റ് കൊണ്ട് പോവാം. വെയിലും കൊള്ളാം. ഇതാ മഴയും തന്നെയാ. മഴയത്തൂടെ പോകണം. പക്ഷെ കാറാണ്. കാറാണ് നമുക്ക് പാട്ടൊക്കെ ഇട്ട് AC. അപ്പം അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ ഡെയിലി റുട്ടീൻ എങ്ങനെയാണ്? ഭയങ്കര വലിയ റുട്ടീനാണ്. നമുക്ക് പറയാൻ പറ്റും. ഞാൻ രാവിലെ എണ്ണീക്കാൻ, ഫുഡ് കഴിക്കാൻ, ജോലിക്ക് പോകും, ഫോണിൽ കളിക്കാൻ, വീഡിയോ എടുക്കും, ഉറങ്ങും. ജോലി ഇല്ലെന്നേ ഉള്ളു. അതൊഴിച്ച് ബാക്കിയുള്ളത് I am a student, you know. I am a worker. ആശാ വർക്കറാണ്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ നടൻ ആരാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ കാരണം? എനിക്ക് മോഹൻലാലിന് വലിയൊരു സംഭവമാണ്. അതുകൊണ്ടാണോ ഇഷ്ടം? കാണാൻ ലുക്കാണ്. എന്താ ആക്ടിങ് ഒക്കെ ഭയങ്കര സ്റ്റൈലല്ലേ. പക്ഷെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരാളെ പറയാൻ പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പറയും. ഞാൻ പറയും പൃഥ്വിരാജിനെ കുഴപ്പമില്ല ഇഷ്ടം. താരയുടെ പ്രത്യേകിച്ച് കാരണം കഴിഞ്ഞില്ലല്ലോ. നല്ല സിനിമ ഈ ഒരു റൗണ്ടിൽ ഇവര് പണിഷ്മെന്റ് ഇല്ലാതെ വിജയിച്ചിരിക്കുകയാണ്. രണ്ടു പേർക്കില്ല. അപ്പം ഞാനാണെങ്കിൽ ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിട്ട് പോകുന്നത്. ചോദിക്കട്ടെ? ചോദിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? എനിക്കിഷ്ടപ്പെട്ട ആരെങ്കിലും പറയാം. കളറ് 2-3 കളറുണ്ട്. എനിക്ക് ബ്ലാക്ക് ആണ്. ചേടാ തന്നെ ഊരിക്കൊണ്ടുപോയി. എന്നോട് ക്ഷമിക്കണം. എനിക്ക് പാടണം മനസ്സില്ല. എന്നാലും നിങ്ങൾ എന്റെ കാള കേട്ടിട്ട് വെക്കും. കാളൊക്കെ രാഗം ഇതാണ് പാട്ട്. ഗുജറാത്തി കാൽ തള കെട്ടിയ മലയാളി പെണ്ണാണ് ഗുജറാത്തി കാൽത്തുള്ള കെട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ. പഞ്ചാബിൽ അഞ്ചിക്കൊഞ്ചണ മലയാളി പെണ്ണാണ്. മയിലാട്ടത്തിൽ പകിടാട്ടത്തിൽ പകിടാ പകിടാ അവരോടി അതിന്റെ ഇത് ഓഫ് ചെയ്ത് ബാറ്ററി ഓഫ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണേ. അത് ഓണാവും. പിന്നെ ഓണാവും. എല്ലാം കഴിഞ്ഞിട്ട് തന്നെ നിൽക്കത്തുള്ളൂ. ഓഫാക്കി KSRTC പോലെ 1, 2, 3 കുക്കുട കുക്കുറുക്കൻ കക്കിരിക്കും കറുമൻ പണ്ടൊരു കാട്ടിലെത്തി ചന്ദ്ര കണ്ടു കൊതിച്ചു.
എന്നെ ഒന്ന് പാടാൻ അനുവദിക്കൂ. തല പാടട്ടെ. ഫ്ലോ പോയി. മുന്തിരി കണ്ട് കൊതിച്ചു, നാക്കിൽ വെള്ളം കൊതിച്ചു, കൊമ്പത്ത് നോക്കി നിന്നു, ദൂരെ നിന്നെന്താ വരുന്നു. പറഞ്ഞ കേട്ടപ്പോ ഞാൻ വിചാരിച്ചാരോ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം എന്താണ്? എന്തുകൊണ്ടാന്നൂടി പറയാം. എന്തുകൊണ്ട്? ബട്ടർസ്കോച്ച്. ബട്ടർസ്കോച്ച്. കാരണം അതിന് ചോക്ലേറ്റിന്റെ പോലെ കയ്പ്. വെരി ഗുഡ്. അതിനകത്ത് നട്ട്സ് ഉണ്ട്. എനിക്കിഷ്ടം ചോക്ലേറ്റ് ആണ്. പന്നി വീട്ടിൽ ഊരിക്കൊണ്ട് പോയത്. അമ്മ ഊരിക്കൊണ്ട് പോയതോ? പോയി പണിഷ്മെന്റ് ചെയ്തു. ഒരു പാൽക്കടൽ ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിതാ ഒരു Next question, ഒരു fantastic and lost and marvelous question ആണ്. Okay, just നോക്കട്ടെ. നമ്മുടെ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് വളരെ നല്ല അഭിപ്രായമാണ്. ഫാബുലസ്, വണ്ടർഫുൾ, ഇലാസ്റ്റിക്കും ഫണ്ടാസ്റ്റിക്. അതാ ഇത് രമണ. വിട്ട് 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 ആര് കയ്യിന്ന് വിട്ടിട്ട് പോയി. പണിഷ്മെന്റ് കൊടുത്തു. ഇതിന്റെ പണിഷ്മെന്റ് കേട്ട് നിങ്ങൾ ഓടാൻ നിൽക്കുമല്ലേ? എനിക്കറിയാം. തുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ഞാനിടാം. തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ഞാനിടാം. ആകാശ പൊന്നാലിനിലകളെ ആഴത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാലിനിലകളെ ആഴത്തിൽ തൊട്ടേ വരാം. തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ഞാനിടാം. മതി, ഇട്ടത് മതി. നിന്റെ ബെൻസിമോൾ പാടണേ. ബെൻസിമോൾ പാടണേ. രണ്ട് ക്വസ്റ്റ്യൻ പറ. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇപ്പൊ പാടുന്നത് ഒരു വഴി പാടണ്ട, പറഞ്ഞാൽ മതി. അല്ലേ വേണ്ടത് കണ്ട് വേറെ പുസ്തകം തരാം. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് ചോദിക്കും. ഒന്ന്. രണ്ടാമത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞാൻ. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ഡേ ടു ഡേ ലൈഫിലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്താ? ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം? അടുക്കളപ്പണി. എനിക്കിഷ്ടമുള്ള കാര്യം ജോലിക്ക് പോകും. ജോലി ചെയ്യാൻ ഇഷ്ടം. പിന്നെ നടക്കാതെ ഫുഡ് കഴിക്കണ പൈസ വേണം. പൈസ ഉണ്ടെങ്കിൽ നമ്മൾ റിച്ച് ആണ്. പൈസ വേണമെങ്കിൽ ജോലി വേണം. ജോലി വേണമെങ്കിൽ പഠിക്കണം. എങ്കിലേ നമുക്ക് നോമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. കാശുണ്ടെങ്കില് ഉറങ്ങാൻ പറ്റും. സുഖമായിട്ട് കിടക്കാം. കാശ് കയ്യിലുണ്ടെങ്കിൽ സുഖമായിട്ട് ഉറങ്ങാം. കുനിഞ്ഞു പോവാ. പണിഷ്മെന്റ് എനിക്കല്ലേ? ചേച്ചിക്കാണെങ്കിൽ പണിഷ്മെന്റ്. Johnny, yes, Papa. Eating sugar, no, Papa. Telling lies, no, Papa.
ഓപ്പൺ യുവർ മൗത്ത്. ആർക്ക് പണിഷ്മെന്റ് കിട്ടിയത്? നിങ്ങളായിട്ട് കൂടെ പാടാൻ പറഞ്ഞേ. അതിന്റെ പാട്ട് കേൾക്കുമ്പോൾ ആർക്കായാലും പാടാൻ തോന്നുന്നു അല്ലേ? അതെ, അവർക്കും അതുപോലെ നമ്മുടെ പാട്ട് കേൾക്കുമ്പോ ഓടാൻ തോന്നുന്നു. എല്ലാവർക്കും പാട്ട് കേൾക്കുമ്പോ പാടാൻ തോന്നും. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ പാട്ട് കേൾക്കുമ്പോ ഓടാൻ തോന്നും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഗായ്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചാലഞ്ച്. വിട്ടു വിട്ടു വിട്ടു. അത് ഊരിക്കൊണ്ട് പോയതാ. അല്ല അല്ല ഊരിക്കൊണ്ട് അല്ല അല്ല വന്നേ. അപ്പൊ ഞാൻ ഇനി വലിച്ചു വിട്ടിട്ട് പോയി ഗായ്സ്. അപ്പൊ പണിഷ്മെന്റ് ഇത് തൊട്ട പണിഷ്മെന്റ് മനുഷ്യ അവസാനമായി ഒരു കളറാകും കൂട്ടം നമ്മൾ ഇവിടെ നിർത്തുന്നതാണ് ഈ ഒരു ചലഞ്ച് അപ്പൊ ഇപ്പൊ കൈ വിട്ടു പോയത്. ഇനി വീണ്ടും എനിക്ക് തന്നെയാണ് പണിഷ്മെന്റ് കിട്ടിയിരിക്കുന്നത്. എന്റെ മൂക്ക് കൊണ്ട് താഴെ ഇട്ട് കൈ വലിച്ചോണ്ട് പോയതാ. അപ്പൊ എന്റെ കളറാകാൻ കേൾക്കാൻ നിങ്ങൾ തയ്യാറായി? നിങ്ങളുടെ ജീവിതം ബാക്കി. പാടട്ടെ. ഓ മുറുകിയിരുന്നു. ഓ ഓടാതിരിക്കാൻ ഓടരുതേ. ഇത് ലാസ്റ്റ് പാട്ടാണ്. പോവല്ലേ പാടി പോവല്ലേ പാടണം. വാ വാ താമര പെണ്ണെ നീയൻ പൂങ്കരളല്ലേ കൂടെ കളിക്കാൻ വാ വാ താളം തുള്ളാൻ വാ 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 കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി നല്ല പാട്ടു പാടാൻ വാ 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 കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി നല്ല പാട്ടു പാടാൻ വാ 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 താമര പെണ്ണെ നീയൻ പൂങ്കരളല്ലേ കൂടെ കളിക്കാൻ വാ താളം തുള്ളാൻ വാ കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി നല്ല പാട്ടു പാടാൻ വാ കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി നല്ല പാട്ടു പാടാൻ വാ. നിങ്ങൾ ഓടാൻ റെഡി ആയിട്ടിരിക്കണം. ഓടിപ്പോയോ? പോയിന്റ് തിരിച്ചു പോ തിരിച്ചു പോ. അപ്പുറത്തെ വീട്ടിലേക്ക് ആള് ഓടി. അപ്പൊ നിങ്ങളെല്ലാം ഓടിയോ? ഓടിപ്പോയില്ലേ? ദാ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വൈകിട്ട് ചെയ്തതിന് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഓടിയോയില്ലോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ അവിടെ കിട്ടി ഒരു കാളായം കിട്ടി അഴിച്ചോണ്ട് ഓടിപ്പോയി എന്ന് പറയുന്നത് ആര്യയുടെ അതിനെ പിടിക്കാൻ ഇടയ്ക്ക് പോയത് എനിക്ക് കാണാനില്ലായിരുന്നു കുറച്ച് സമയം. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓർമ്മ വന്നേ. അതിന് പോവാൻ വഴി കൊടുക്കുക. ആ ഡോർ തുറന്നു വിടത് പോ. ഇങ്ങനെ നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇവിടെ തീർന്നു. ഹാപ്പി ആയിട്ടിരിക്കും നിങ്ങൾ. നിങ്ങളുടെ ഹാപ്പിനെസ് ആണ് ഞങ്ങൾക്ക് വലുത്. ഹാപ്പി ആയിട്ടിരിക്കും. ഞങ്ങള് ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ ഈ ഒരു ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഗെയിം ഇഷ്ടപ്പെട്ടു, വളരെ അധികം ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഈ 2 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഗെയിം സജസ്റ്റ് ചെയ്ത് തന്ന 2 പേരുണ്ട്. അവരോട് ഞങ്ങൾ വളരെ അധികം താങ്ക്സ് പറയുകയാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. മുന്നോട്ടും ഞങ്ങൾ ഇതുപോലെ നല്ല നല്ല ചലഞ്ചസും എന്തെങ്കിലുമൊക്കെ സജഷൻസ്, അതായത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടേതായ മിസ്റ്റേക്കുകൾ തിരുത്താനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അതെ, ഇതേ സപ്പോർട്ട് തുടർന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അത് മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് കയറി ഫോളോ ചെയ്ത് വിടണേ. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ. വട്ടുണ്ടോ? ഉണ്ടെന്നറിയാം. എന്നാലും Three, two, one, go. നമുക്ക് ഇങ്ങനെ സംസാരിച്ചാലോ? അപ്പൊ നിങ്ങൾ ഓർക്കും ഞങ്ങളെന്ത് ഇങ്ങനെ പിടിച്ച് ഇത് വേറെ ഒന്നുമല്ല. തുടങ്ങി. എന്റെ പേരെന്ന് ഇതിന്റെ പേരെന്താ? നോസ് അടച്ചു
നോസ് അടച്ച് ചലഞ്ച്. ക്ലോസ് നോസ് മൗത്ത്. ക്ലോസ് നോസ് ചലഞ്ച്. Pluck each other's noses challenge. ക്ലിപ്പ് കുത്തി വെച്ചാൽ മതി. ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് 1 മിനിറ്റ് ചേച്ചി. ചേച്ചി വടിയെടുത്തു. Hey guys, welcome back to our channel, our family 3 doors. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്തിനെങ്കിലും സംസാരിക്കുന്നതെന്ന്. ഇന്നത്തെ ഞങ്ങളുടെ ഗെയിം ഇങ്ങനെയാണ്. ഇതാണ് ഞങ്ങളുടെ ഗെയിം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. Pluck each other's nose challenge. വെറൈറ്റി എന്താണെന്ന് ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. അവിടെ പിടിച്ചോ. ഞാൻ This is pluck each other. pluck each other's noses challenge. ഇതാണ് challenge. Pluck each other's noses challenge. കൈ വെച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ വെച്ചോ. എന്റെ അല്ല, ഒന്ന് ചോദിക്കേണ്ടെന്ന് അർത്ഥം മനസ്സിലായില്ലേ? അല്ല ബുക്ക് പൊച്ചി പിടിച്ചപ്പോ ചോദിക്കത്തില്ലല്ലോ, അതായിരിക്കും. കുറച്ചേരം ഞാൻ മിണ്ടായിരുന്നു, ഒരു ചാകം കൊടുത്തതോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പിടിക്കുമോ കളിക്കില്ല സമയം ചോദിക്കണം അല്ലേ? പതുക്കെ വിളിക്കും. ഓ അവിടെ അവിടെ ഇവിടാണ് ക്യാമറ. ഒരു പാൽക്കടൽ കിളി മോഹമായി. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 3. Question number 3. പിടിച്ചോ. പിടിക്കുന്നില്ല, ഇതെന്നാ ഇത് ഇങ്ങനെ എനിക്ക് തുടച്ചു തരാം. ഇതിനെങ്ങനെ കൊണ്ട് കളയാൻ പറ്റും? ജോണി യെസ് പപ്പ. Sugar no papa. ലിറ്റിൽ ഷുഗറോ? ഈറ്റിംഗ് ഷുഗർ നോ പപ്പ. ഇങ്ങനെ നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇവിടെ തീർന്നു. ഹാപ്പി ആയിട്ടിരിക്കും നിങ്ങൾ. നിങ്ങളുടെ ഹാപ്പിനെസ് ആണ് ഞങ്ങൾക്ക് വലുത്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. ഞങ്ങള് ഹാപ്പി ആയിട്ടിരിക്കാം, നിങ്ങള് ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. അപ്പൊ അടുത്ത ഗെയിമിൽ വീണ്ടും കാണുന്നിടം വരേക്കും ബാക്കി ആരും